ഇതിനകത്ത് ഒരു നന്മയുടെ ഒരു അംശവും കാണുന്നില്ല രാജേഷേ. ഈ പെൺകുട്ടിയെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾ മനസാക്ഷിയുള്ള ഒരാളായിട്ട് പെരുമാറിയിട്ടും അതിൻ്റെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായില്ല, നല്ലൊരു പരിസമാപ്തി ഉണ്ടായില്ല. നിങ്ങൾ കുഞ്ഞിനെ ഏൽപ്പിക്കാനെന്നും പറഞ്ഞൊരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ കുടുംബവും ഇല്ലാതായിപ്പോയി. ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചില്ലേ നിങ്ങൾ? അയാൾ കള്ളുകൂടിയനോ അതോ നിങ്ങളും കുടിക്കുന്ന ആളല്ലേ? നിങ്ങളിപ്പോ ഒരു കുറ്റമായിട്ട് പറഞ്ഞു അയാൾ കുടിച്ചിട്ട് അയാൾക്ക് വൈഫ് പോയതിന്റെ അന്ന് ഒരു സിഗരറ്റ് വലിയും പള്ളുകൂടി നിർത്തിയാണ് ഞാൻ. പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് പോലെ നിർത്തി. എന്റെ ജീവിതത്തിൽ ഒരു പരാജയം എനിക്ക് പറ്റിയപ്പോ അത് നിർത്തി. പിന്നെ എങ്ങനെ നിങ്ങളൊരു മറ്റൊരു ബന്ധം ഇവിടെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ വേറൊരു കുടുംബമായിട്ട് താമസിച്ചു അതിനിപ്പോ എന്തിനാ നശിച്ചത്? എന്റെ അമ്മയുടെ ഒപ്പം വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടാണ് എന്റെ ഈ ഇളയ കൊച്ചിനെ കാണിച്ചിട്ട് എനിക്ക് ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരുമ്പോ എന്റെ മനസ്സിൽ പിന്നെ ഇവളെ സ്വീകരിച്ചുകൊണ്ട് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു കുടുംബം നശിപ്പിക്കണം? ഇല്ല, ഒരിക്കലും നശിപ്പിച്ചിട്ടില്ല. ആ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല. ഇപ്പൊ വേണമെങ്കിൽ വിളിച്ച് അജിതേനെ വിളിച്ച് മേഡത്തിന് ഫോണിൽ സംസാരിച്ച് നേരിട്ടെല്ലാം അറിയാം. അവര് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അല്ല, അവര് പറയണം. അവരെ കൊച്ചിന് ഒരു നേരത്തെ പട്ടിണിക്ക് വേണ്ടിയാണ് അവർ എന്റെ അടുത്ത് ആ കൊച്ചിനെ നോക്കിയത്. അവരെ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുട്ടിക്ക് ചെലവിന് കൊടുക്കണം. ആ ചെലവിന് കൊടുക്കാഞ്ഞിട്ട് അവർ എന്റെ അടുത്ത് വന്ന് ഈ കുട്ടീനെ നോക്കി പെട്ടത്. അജിതയുടെ ഭർത്താവ് മുരുകൻ എന്നാണ് പേര്. അമ്മ ആ മനുഷ്യൻ പാവ. കാരണം അവിടെ ഉള്ളപ്പം എന്റെ മോനെ എടുത്തുകൊണ്ട് നടന്ന് കടയിൽ കൊണ്ടുപോവുകയും സാധനം വാങ്ങിച്ചു കൊടുക്കുകയും പൊന്നു പോലെ നോക്കുകയും ചെയ്യും. എന്റെ മോനെ നോക്കിയെന്നും പറഞ്ഞ് അയാൾ എന്തായാലും ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അയാളും പറഞ്ഞ് രാജേഷ് കുടിയനെ പോട്ട് മോളെ നീ എന്ന്. അപ്പം പറഞ്ഞു ഇല്ല അണ്ണ, ഞാൻ അണ്ണാന്ന് വിളിക്കണം. ഇല്ല അണ്ണനറിയാലോ. അപ്പൊ വഴക്ക് പറഞ്ഞു, മുരുകൻ വഴക്ക് പറഞ്ഞു, മുരുകേട്ടൻ വഴക്ക് പറഞ്ഞു. രാജേഷ് ഒരിക്കലും ആ പെണ്ണ് അങ്ങനെ ചെയ്യല, പെണ്ണ് പാവല്ലേ എന്നൊക്കെ പോയിച്ച് പറയുകയും ചെയ്തു. പോട്ടെണ്ണ, അവള് പോട്ടെ, അവൾ എന്തിനാ അവിടെ നിൽക്കുന്നത്, അവൾ ഇറങ്ങി പോട്ടെ എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. മുരുകന്റെ അറിവോട് കൂടി തന്നെ സമ്മതിച്ചിട്ടാണോ നിങ്ങൾ 200 രൂപ വെച്ച് കൊടുത്തോണ്ടിരുന്നതും ഈ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചത് നടന്നുകൊണ്ടിരുന്നത്? പിന്നെ നിങ്ങൾ ആ കുടുംബത്തിന്റെ ആ സ്ത്രീയുടെ സംരക്ഷകനായി അയാൾക്ക് തോന്നി. അത് സംഭവിച്ചതുകൊണ്ടാ തോന്നിയേ. ഇല്ലെങ്കിൽ നല്ല മനുഷ്യർക്ക് തോന്നൂല. അയൽവക്കക്കാരായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ സ്ത്രീയെ കാണുകയും നിങ്ങൾ അവരുടെ ഭർത്താവായിട്ട് നിങ്ങളങ്ങ് ഭാവിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ അവിടെ ആക്രമിച്ചു. അല്ല, പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താ കൊണ്ടൊന്നും ഏൽപ്പിക്കാത്ത? എന്റെ വീട്ടിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. എന്റെ വീട്ടിൽ പെങ്ങള് വേറെ, അമ്മ വേറെ ജോലിക്ക് പോകണം. അതുകൊണ്ട് എനിക്ക് അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരെ ഏൽപ്പിച്ചില്ല. കാരണം അവനെ സുരക്ഷിതമായിട്ട് നോക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അത് അങ്ങനെ ഞാൻ നോക്കി. അമ്മ വേറെ ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിൽ വേറെ ആരുമില്ല. അനിയത്തിയുണ്ട്, അനിയത്തി കുടുംബം അത് വേറെ ആയിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉള്ളിടത്ത് എന്റെ മോനെ വളർത്തണമെന്ന് മാത്രം ഞാൻ അപ്പ ചിന്തിച്ചോളൂ. വേറെ ഒന്നും അതിനകത്ത്. ഈ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു അന്യ കുടുംബത്തിനകത്ത് ആണെന്നുള്ള വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ എന്റെ ഭാര്യയായിട്ട് ഞാൻ കുറച്ച് പ്രശ്നമായി പോയി. എന്റെ പെങ്ങളുടെ വീട് കുറച്ച് ദിവസം നീ താമസിച്ചോ, അവർ താമസിപ്പിക്കത്തില്ല. ഇല്ല. അപ്പോൾ രാജേഷ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യ തൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അമ്മ കാണാതെ പോയിട്ട് ഒരാഴ്ചയായി. നിങ്ങൾക്ക് ആ വീട്ടിൽ അങ്ങനെ കഴിയാൻ പറ്റത്തില്ല. സ്നേഹത്തിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ഒരു പുരുഷന് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പിനെ അവിടെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു ആണ് രാജേഷ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല രാജേഷ്. നിങ്ങൾ ഇത്രയും പറയുന്നു, അപ്പോഴൊന്നും ID കാർഡ് ഇല്ലാത്തതൊന്നും രജിസ്റ്റർ ചെയ്തില്ല. നിങ്ങൾ മംഗലാപുരത്ത് അതിനാണെന്ന് എല്ലാം പറഞ്ഞ് നിങ്ങളെ പാലക്കാട് ഇത്രയും കാര്യമായിട്ട് പഴയ സാധനങ്ങളോ പുതിയ സാധനങ്ങളോ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന നല്ല രീതിയിൽ അല്ലല്ല അങ്ങനെയൊക്കെ താമസിപ്പിച്ച് ലോഹ്യമായ ഒരു കുടുംബക്കാരെ നിങ്ങൾ എന്താ അവര് കുട്ടി മിസ്സായിട്ട് അറിയിക്കാത്തെ? കുട്ടി മിസ്സായി അറിയിച്ചു രാത്രി? ഇല്ല മാഡം, ഒരാഴ്ച കഴിഞ്ഞ് അറിയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളെ ഫോൺ റെക്കോർഡ് ചെയ്ത് ഞാൻ പറയും. നിങ്ങൾ രാത്രി വിളിച്ച് കുത്തിക്കൊല്ലും. നേരം വെളുത്ത പെണ്ണ് വീട്ടിലെത്തില്ല നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ സിം എടുത്ത് ചെക്ക് ചെയ്ത് അറിയും. ഇത് തമാശ പറയണ കാര്യമല്ല. നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്റെ മോള് വീട്ടിലെത്തില്ല നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്. ചെക്ക് ചെയ്തോ? നീ എന്ത് ചെയ്തോ? നീ വിളിച്ചറിയോ? അവള് വിളിച്ചപ്പോ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ടല്ലാതെ നീ വീട്ടിൽ കയറി വിടുന്നു. എവിടെ ആരുണ്ടാക്കാൻ പോകടിയെന്ന് ഞാൻ ചീത്ത പറഞ്ഞു. കൊച്ചിനെ ഈ പാതിരാത്രി ഇല്ല, നീ ആരെ കൂടെ പോകുന്നു? കൊച്ചിനെ കൊണ്ട് വീട്ടിൽ എത്തണമെന്ന് ഇവളെ ഞാൻ ചീത്ത പറഞ്ഞു. ഇവ അറിയിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവന് ഒരു 6 ദിവസം 7 ദിവസം ഇവൻ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇവനെ ചീത്ത പറഞ്ഞു. നീ എന്തുകൊണ്ടാ ഇവള് പോയപ്പോ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ചീത്ത പറഞ്ഞു. വീട്ടിലാവുമ്പോ പറഞ്ഞപ്പോ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നീ എന്തുകൊണ്ട് ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങിപ്പോയപ്പോ എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല? ഇവളെ വിളിച്ച് ഇവളപ്പോൾ ഇവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇവൻ വീട്ടിൽ വന്നു. പിന്നെ അവളായിട്ട് ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി. ഇപ്പം അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ ജീവിച്ചോട്ടെ, അവർക്ക് വേണമെന്ന്. ഞങ്ങൾക്ക് കുട്ടികളുടെ വിഷയമാണ്. ഇവൻ എല്ലായിടത്തിലും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടെന്ന്. 1 രൂപയെങ്കിലും അവൻ കൊടുത്തിട്ടുണ്ടെന്ന് ഈ സഭയിൽ അവൻ പറയട്ടെ.
ചെയ്യുന്നുണ്ടോ? ഒരു രൂപ കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എല്ലാവരുടെയും പറയുന്നു ചെലവിന് കൊടുക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ല. ഡേറ്റ് ആയപ്പോ വിളിച്ച് പറഞ്ഞതാണ് പൈസ കൊടുക്കാൻ സമയമായി, പൈസ കൊടുക്കണം. ഞാൻ കൊടുക്കൂല, ചെയ്യാൻ പറ്റുന്നത് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര രൂപ കൊടുക്കാനാണ് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. 3000 രൂപ കൊടുക്കാൻ എഴുതി വെച്ചാണ്. ഒരു കുട്ടിക്ക് ഒരാൾക്ക് 2500 രൂപ. ഒരാൾക്ക് 2500 കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഞാനൊരു 3000 കൊടുക്കുകയാണ്. എന്റെ ഒരു കൂലിപ്പണിക്കാരാണ്, എനിക്ക് സ്വന്തമായിട്ട് വീട്. എങ്ങനെയാണ് കോംപ്രമൈസ്? ഏത് കണ്ടീഷനാണ്? എന്താണ്? എത്ര ഞാൻ അവിടെ പറഞ്ഞു ഒരു കാരണവശാലും രാഷിന്റെ കൂടെ എന്റെ കുട്ടികളെ ഞാൻ വിടില്ല. എന്റെ അച്ഛന്റെ അടുത്ത് നിൽക്കും. കാരണം എന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എന്റെ മക്കളെ സ്നേഹിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അതല്ല രാജേഷ്, എത്ര രൂപ ചെലവിന് കൊടുക്കാൻ എഴുതിയേക്കുന്നത്? 2500 രൂപ ഒരു കുട്ടിക്ക്. 5000 രൂപ ആണോ? 5000 രൂപ കൊടുത്തോ നിങ്ങള്? ഇല്ല, കൊടുത്തില്ല. ഡിസംബർ തൊട്ട് നിങ്ങൾ കൊടുക്കാനുണ്ട് 2 മാസം. ഇത് കൂടാണ്ട് മേഡം, അവൻ പലയിടത്തും വെല്ലുവിളിച്ച് നടക്കണം. ഇവര് മേടിക്കാമെങ്കിൽ മേടിച്ചോട്ടെ, ഞങ്ങൾക്ക് അവന്റെ 10 പൈസ കുഞ്ഞുങ്ങളെ നമ്മളെ വളർത്തിട്ട് നമ്മളെ ഞങ്ങൾക്ക് 10 പൈസ അവനോട് 1 രൂപ പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. ശേഷം ചോദിക്കുന്ന നാട്ടുകാരോട് ജയിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അത്തരം ആണുങ്ങൾക്ക് ഉള്ളതാണ് ആരോപണങ്ങളും അതൊക്കെ നടത്തും. മരുമോൻ കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്നോട് ഒരാൾ വിളിച്ചു നിർത്തി, ഇന്നലെ മരുമോൻ പൈസ കൊണ്ടുവന്നല്ലോ പിള്ളേർക്ക്. ബൈക്കുണ്ട് ഫ്ലാറ്റില് അവളും ഇവനും കൂടെയാണ് ഫ്ലാറ്റ് താമസിക്കുന്നത്. വേറെ രാജേഷിന്റെ ഫ്ലാറ്റിലാണ് അവര് താമസിക്കുന്നത്. ഈ അജിതയുടെ കുട്ടി രാജേഷിന്റെ കൂടെ അല്ലേ ഇപ്പൊ? നിങ്ങൾ ഒരുമിച്ചല്ലേ? ആ കുഞ്ഞ് രാജേഷിന്റെ സമ്പാദ്യത്തിൽ നല്ല രീതിയിൽ അനുഭവിച്ച് ജീവിക്കുകയല്ലേ? ഇല്ല. പിന്നെ ആ കുട്ടിയെ അച്ഛൻ കൊണ്ടുപോയോ? ഇല്ല, ഉണ്ട്. അതിന് അതിന്റേതായ ഒരു ഇതിൽ അത് ജീവിക്കുന്നു. എങ്ങനെയോ ആയിക്കോട്ടെ, അത് ജീവിക്കുന്നില്ല. സംരക്ഷിക്കുന്നു. നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളോ? എനിക്ക് സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇവരുടെ ഈ ഭാഗമല്ല ഇവര് പറയുന്നത്, ഈ ഭാഗമല്ല ഇവര് ചെയ്യുന്നത്. പൈസ കൊടുക്കുന്നുണ്ടോ? കോടതി പറഞ്ഞിട്ട് പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. കൊടുത്തിട്ടില്ല. ഇതിന്റെ എന്റെ മക്കളാണ്, ഞാൻ കൊടുത്തില്ല. ശരി, ഈ വക്കീല് വന്നിട്ട് ഇതിന്റെ ഒരു പേപ്പർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഡിവൈസ് ചെയ്തിട്ട് വക്കീല് പറഞ്ഞിട്ടോ കോടതി പറഞ്ഞിട്ടോ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുത്താൽ മതിയോ? മേഡം, ഇതിന്റെ ഒരു കോടതിന്റെ ഒരു ഉത്തരവ് അച്ഛനെന്നുള്ള നീതിയിൽ ഒരു ധർമ്മമുണ്ടോ? ഉണ്ട്. നിങ്ങൾ വിശന്നാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശക്കാതിരിക്കാൻ നിങ്ങൾ നോക്കണ്ടേ? നിങ്ങൾ ഉടുത്തില്ലാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉടുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ടായോ? ഞാൻ കൊടുക്കും. ഇവര് ഈ പോലീസിന് പെറ്റീഷൻ കൊടുക്കുന്നവർ ഇവര് ഞാനിട്ടൊരു പ്രശ്നമില്ല, നല്ല രീതിയിൽ SI കോടതിയിൽ പെറ്റീഷൻ ഡിവൈസ് കൊടുത്തതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവര് കൊണ്ടുവന്ന് ചെലവിന് വേണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് കോടതിയിൽ പരാതി പോയിക്കണം, എന്റെ മക്കളാണ്. ഞാൻ അവിടെ വെച്ച് തന്നെ 2000 രൂപ കൊടുക്കാൻ സമ്മതിച്ച് റെഡിയാണ്. അപ്പൊ ആ ഇടയ്ക്കല്ലാട്ടാ, ഇത് കൊച്ചു ഹോസ്പിറ്റലിൽ കിടന്ന് ഇടയ്ക്കാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ ദേഷ്യത്തിലാണ് കൊണ്ടു കൊടുക്കാൻ. സാറ് വഴക്ക് പറഞ്ഞു, കുട്ടി അവരെ അമ്മ അയച്ചു നോക്കില്ല, നീ ആ കുട്ടികൾക്ക് നിനക്ക് പൈസ ഉള്ളത് എന്താടാ കൊടുക്കുന്നത്, നീ ഒരു SI ആണോടോ എന്ന് സാറിനോട് ചോദിച്ചത്. എന്റെ മക്കളെ ഇവര് കാണാണ്ട് സ്കൂളും മാറ്റി വീടും മാറ്റി എന്തിനു വിളിച്ചു? പേടിച്ചിട്ട്. എനിക്ക് അതറിഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലും ഇയാളെ ഒരു അടിയടിക്കാനോ തല്ലാനോ ഒരു പ്രശ്നത്തിനോ ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ടില്ല ഇവരുടെ വീട്ടിൽ ഇന്ന് വരാം. രാജേഷ്, നിങ്ങൾ വരുന്നതിന് മുൻപ് സിന്ധു നിങ്ങളെ കുറിച്ച് പറഞ്ഞ എന്താ അഭിപ്രായം അറിയാമോ? അവൻ അന്യ പയ്യനാണെങ്കിലും നല്ലൊരുത്തനാണ്, അവനെ കുറ്റം ഞങ്ങൾ പറയില്ല. ഞാൻ പറയും, കാരണം എനിക്ക് ഇവളെ മേളിൽ പറയാനുള്ള ഇവര് കുറച്ച് ഒതുക്കിയിരുന്നെങ്കിൽ ഇവള് ഇന്ന് നേരെ ജോലി ജീവിച്ചേ. എങ്ങനെ ഒതുക്കും? നിങ്ങളെ ഒതുക്കാൻ പറ്റിട്ടില്ലല്ലോ. നിങ്ങളെ നല്ലോണം ഒന്ന് ഒതുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പറ്റുമോ? നിങ്ങൾ നല്ലോണം ജീവിച്ചിരുന്ന ഒരു കുടുംബം നിങ്ങൾ ഇല്ലാതാക്കിയതിന് എന്തോ ചെയ്യാനൊക്കും? ആ മനുഷ്യൻ, ആ മുരുകൻ എന്ന് പറഞ്ഞ പ്രാക്ക് എവിടെ കൊണ്ടുവന്ന് നോക്കി? നിങ്ങളുടെ കൊച്ചിനെ നിങ്ങളുടെ അമ്മ പെങ്ങളുമായിട്ട് നിങ്ങൾ പിണക്കവാ. അമ്മ ജോലിക്ക് പോകുന്നു, ഒരു ചായക്കടയിൽ നടത്തി വീട്ടിൽ അന്തസ്സായിട്ട് പിന്നെ കുടുംബം നടത്തുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ അമ്മ. അവിടെ എങ്ങും പറ്റത്തില്ല. അജിതയെ നോക്കി വെച്ചു. അപ്പൊ അജിതയ്ക്ക് 200 രൂപയും കൊടുത്ത് മുരുകനെ അങ്ങ് ഒരു ഭാഗത്തോട്ടങ്ങ് ആക്കി ആ കുടുംബം സ്വസ്ഥയാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇതാണ് പ്ലാൻ. കാരണം ആരോരും ഇല്ലാത്തൊരു പെണ്ണ് ഇറങ്ങി വന്നപ്പോ യാതൊരു തരത്തിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ അവളെ കൊണ്ട് നടന്ന് മംഗലാപുരം വരെ കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് പിന്നെ നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങാൻ തയ്യാറായത് തന്നെ. അപ്പൊ നിങ്ങൾ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം പ്ലാൻ ചെയ്ത ഒരാളാണ് രാജേഷ്. ഒരിക്കലും ഒരു പ്ലാനും ഇല്ല. പിന്നെ ഒരു പ്ലാനും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ ഈ കോടതി ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കരാർ വെച്ചു, അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. അതൊക്കെ വേറൊരു ഭാഗം, നിയമത്തിന്റെ വഴി. നമ്മുടെ ഒരു ആത്മാവിന്റെ ഒരു സംഗതി ഇല്ലേ? എന്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നു, ഒരു അച്ഛനും അമ്മയും വയസ്സായവര്, അവരുള്ളത് കൊണ്ട് അവര് ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊണ്ടുപോയി കൊടുക്കണം. എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നത്തില്ലേ? അത് കോടതിയിൽ നിന്ന് പേപ്പർ വരട്ടെ എന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾ കാണാൻ നിങ്ങൾ ആ നടയിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഹാമർ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞു. ഏത് സന്ദർഭത്തിലാണ്? തെറി വിളിക്കും, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ചെയ്തേ. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്യില്ല. ഇവള് നിന്നപ്പോഴാണ് ഹാമർ എടുത്ത് തെറി പറയും. എന്നെ അവിടെ ഇട്ട് എന്നെയും അവര് അച്ഛന്റെ മുമ്പിൽ വെച്ച് എന്നെ തല്ലാന്നിട്ട് അച്ഛനെ പിടിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. അച്ഛൻ ഇത്ര ഇഷ്ടമല്ല എന്നെ തല്ലാണത്. ഇവളിങ്ങനെ ഇവനോട് പിണങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമ്പോളെ കടയിൽ വന്ന് നിൽക്ക്, അങ്ങ് കുഞ്ഞും ജോലിക്കൊന്നും പോകണ്ട,
നീ മഹേന്ദ്രയിലും പോണ്ട, എങ്ങും പോണ്ട. ഈ കടയിൽ ക്യാഷിൽ ഇരുന്നിട്ട് ഇവിടുത്തെ കാര്യം നോക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം. പല സംസ്ഥാന തൊഴിലാളികളും പല ഭാഷകളാണ്, തമിഴ് ഒക്കെയാണ്. ഞാൻ ഭാഷകൾ 5 ലാംഗ്വേജ് സംസാരിക്കും. അതുകൊണ്ട് ഭാഷകൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ നോട്ടവും കാര്യങ്ങളും എന്നെ ഡിസ്റ്റർബ് ആയിരുന്നു. അത് മറ്റു കടകളിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം മക്കളെ വളർത്താൻ എനിക്കെന്ന് വെച്ചാൽ കടയിൽ നിന്ന് ഞാൻ പാത്രം കഴുകി നിന്നാൽ എനിക്ക് മാസം എന്ത് വരുമാനം ഒന്നുമില്ല. ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നുള്ള അവിടെ നിന്ന് ഞാൻ ജോലി ഒരു 2-3 കൊല്ലം നിന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഇതിലും നല്ലൊരു ജോലി കിട്ടും. ഒരു മഹേന്ദ്ര സ്ഥാപനം പോലെ ഒരു ജോലി. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി നേരത്തെ പറഞ്ഞായിരുന്നു. ഈ അജിതയാണ് ഭർത്താവിനോട് സംസാരിക്കാൻ വേറൊരു ഫോൺ വെക്കണം. ഇവരല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു, വേറൊരു ഫോൺ വെക്കുക. നിങ്ങൾ ഈ പറഞ്ഞ വളരെ സൽസ്വഭാവിയായ സ്ത്രീ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ് കേട്ടോ. ഭർത്താവുമായിട്ട് നിഷ്കളങ്കമായിട്ട് ആ കുട്ടി കൂടെ വർക്ക് ചെയ്യുന്നവരോട്ട് സംസാരിക്കുന്നു. പിന്നെ നാളത്തെ പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് ജോലിക്കാർ വിളിക്കാറുണ്ട്, ചിലപ്പോൾ മേലുദ്യോഗസ്ഥന്മാർ വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ആവുന്നു, നിങ്ങൾക്ക് അത് താല്പര്യമില്ല. 90% പുരുഷന്മാർക്കും താല്പര്യം. ഭാര്യ രാത്രിയാവുമ്പോൾ പുരുഷന്മാരിനി ആരായിക്കോട്ടെ വിളിച്ചാൽ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ വിളിക്കാറില്ലായിരുന്നു. അശ്വതിനെ കുറിച്ച് ഒരിക്കലും സംശയമായിട്ട് ഞാൻ ഒരിക്കലും ഒരു കഥകളും കണ്ടിട്ടില്ല. അപ്പൊ അല്ല നിങ്ങളത് അതുകൊണ്ട് ഫോണ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ വേറൊരു സിം, ഇവര് വേറൊരു സിം മറ്റുള്ള ആൾക്കാരെ വിളിക്കാൻ വേണ്ടി വേറൊരു സിം വാങ്ങിക്കാൻ ഉപദേശിച്ചത് അജിതയാണെന്നാണ് പറയുന്നത്. അത് എനിക്കറിയാം. എനിക്ക് ഫോണ് മേടിച്ചതും അറിയില്ല, ഇത് ഉപയോഗിച്ചതും എനിക്ക്. എന്റെ ഫോണ് പോകുമ്പോ എനിക്കറിയത്തില്ല. ഫോണ് മേടിച്ച കടക്കാരൻ തന്നെയാണ് ഷാജിച്ചേട്ടന്റെ നമ്പർ. നീ അവന് ഇങ്ങനെ ഉപദ്രവിക്കുകയല്ലേ, നീ വേറെ എവിടെയെങ്കിലും പോയി നോക്കി അവൻ കുട്ടീനെ നോക്കട്ടെ, അവൻ അങ്ങനെ അവൻ ശരിയാവുള്ളൂ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ അജിത വഴിയാണ് ഷായി പേര് അശ്വതിയെ ഒഴിവാക്കാനല്ലേ അവർ ആ ഉപദേശം തന്നത്. ഒരു പരിചയമില്ലാത്ത സ്ത്രീ ഒരാഴ്ചത്തെ താമസം കൊണ്ട് ഒരിക്കലും അങ്ങനെ ആവില്ല. ഞാൻ തീർത്തും അങ്ങനെ പറഞ്ഞെങ്കിലും കുട്ടീനെ കൊണ്ട് ഇവള് രാത്രി ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ അമ്മ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കുക, അച്ഛൻ എന്തെങ്കിലും ജോലിക്ക്. എന്നെക്കാളും കൂടെ സ്നേഹമുള്ള ഒരു മനുഷ്യനല്ലേ, ആ മനുഷ്യനെയും കൂടെ വഞ്ചിച്ചിട്ടില്ല അവള് പോയത്. സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അച്ഛനോട് പറയാമല്ലോ. എന്റെ അച്ഛൻ വരുമായിരുന്നു. കാരണം എന്തൊക്കെയാണെങ്കിലും അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുട്ടീനെ എനിക്ക് ഒരുത്തിയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അച്ഛനെ അമ്മേനെ ഞാൻ വിളിച്ചത്. എന്റെ അച്ഛനോട് സംസാരിച്ചെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അവിടുന്ന് കൊച്ചിനെ കൊണ്ടുപോകാത്തിന്റെ എക്സ്ക്യൂസ് അല്ല അത്. അമ്മയോട് സംസാരിച്ചപ്പോൾ കയറി പടി തിരിച്ച് വീട്ടില് കൊച്ചിനെ കൊണ്ട് വന്നാൽ മതി എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് അച്ഛൻ വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയാലും അച്ഛൻ പുറകെ ഒന്ന് കൊച്ചിനെ എടുത്തുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുന്നത് അശ്വതി ഒരു ന്യായം? അത് ശരിയാണോ? എല്ലാം അനുസരണക്കേടാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ജീവിതത്തിൽ. നിങ്ങൾക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യം വാശി അപ്പം നടന്നില്ല, അതിന്റെ പേര് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്ത ആർക്കും ഒരു നഷ്ടമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എത്ര സ്നേഹമുള്ളവൻ ചത്താലും 3 ദിവസം 3ന്റെ അന്ന് അതുവരെ ആഹാരം കഴിക്കാതിരിക്കണം മനുഷ്യർക്ക്. പഴയതുപോലെ എല്ലാവരും ആഹാരം കഴിക്കും, എല്ലാവരും വസ്ത്രം ധരിക്കും, അവനവന്റെ കാര്യങ്ങൾ നോക്കും, പോകും. അതിനപ്പുറത്ത് ഈ ലോകത്ത് ആർക്കും ആരോടും ഒരു കടപ്പാടും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അവശേഷിക്കുന്ന ആ 2 കുഞ്ഞുങ്ങൾ, അവരുടെ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജേഷ് അജിതയോടെ പോയാലും നിങ്ങൾ വേറെ ആരോടെ പോയാലും ഇത് വിഷയമേ അല്ല. നിങ്ങളൊക്കെ ശരീരത്തിന്റെ സുഖവും ലാഭത്തിനും വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണെന്നുള്ളത് ഈ കണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അല്ലാതെ യാതൊരു ആത്മാർത്ഥതയോ സ്നേഹമോ നിങ്ങൾക്കൊരു കണിക ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്കത് പറ്റില്ല. കാരണം എനിക്ക് ഫ്രീ ബോർഡായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. ഒരുപോലെ ഇത് അങ്ങനെ അത് തന്നെ. അജിതയുടെ കൊച്ചിനെ ഞാൻ ഉള്ളപോലെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ പോലും തയ്യാറല്ല നിങ്ങൾ. ഇവരുടെ കൂടെ കുഞ്ഞുങ്ങളെ വിട്ടു കഴിഞ്ഞാൽ അതുങ്ങളുടെ ജീവിതം നാശമായി പോകും. ഒരു കാരണവശാലും പറ്റില്ല. ഒന്നുകിൽ അമ്മ നോക്കണം, അല്ലെ അച്ഛൻ നോക്കണം, രണ്ടും ഇല്ല. അമ്മ നോക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് റെക്കോർഡിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ അമ്മ വീട്ടിലുണ്ട്, ഞാൻ 2 മാസമായിട്ട് വീട്ടിലുണ്ട്, ലീവ് എടുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ കൊച്ചിനെ നോക്കണ്ടെന്ന് ഇവള് പറഞ്ഞത് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചത്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ അമ്മ വീട്ടിലുണ്ട്, അവളും വീട്ടിലുണ്ട്. അശ്വതി താമസിച്ചത് അല്ല, ഇത് ഇപ്പൊ വന്നിട്ട് ഒരു കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞതാണ്. കഴിഞ്ഞ മാസത്തെ കാര്യമല്ല, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അശ്വതി ഇട്ടേച്ച് പോയല്ലോ. ഈ ഒരു കോടതിയിൽ ഈ ഒരു സംഗതി വരുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലല്ലോ. ഇല്ല. ഇങ്ങനൊരു നിബന്ധന വെച്ചപ്പോ ഇല്ല. അപ്പൊ ആ സമയത്തെ കാര്യം പറയാം. അവര് ജോലിക്ക് പോയി താമസിക്കുന്നു, അവർക്കും വന്ന് കാണാം, നിങ്ങൾക്കും വന്ന് കാണാം, കയ്യിലുള്ളത് കൊടുക്കുക. ആ കുഞ്ഞായിരുന്നു ഇവള് വന്ന് കൊടുത്തോണ്ടിരുന്നോ നിങ്ങൾ കാശ്? ഇവരെ കൂടെ മോനെ കൊണ്ടാക്കി ഇവരെ കൂടെ നിന്നു. 2 മക്കളെ നോക്കി ഇവരോട് നിക്കണോന്ന് നിരക്കലാണ് അശ്വതി പുറത്തുനിന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പൈസ കൊടുത്തിരുന്നോ ചെലവിന്? പൈസ ചെലവിന് കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്നു. ഇങ്ങനെ നിന്നാ പോലല്ലോ, കഴിക്കുകയും ഇരിക്കുകയും കിടക്കുകയോ പഠിക്കുകയോ. ഇല്ല, ആ സമയത്ത് സ്കൂള് തുറന്നപ്പോ യൂണിഫോം എടുത്ത്, ബാഗ് മേടിച്ച്, അങ്ങനെ പല സാധനങ്ങളും മേടിച്ച് അവർക്ക് ചെയ്യാനുള്ള സ്കൂൾ ഫീസ് വരെ അപ്പോഴേ കൊടുത്ത് കൂടെ നിന്നു. അപ്പോഴേ അത്രയ്ക്കുള്ള വരുമാനമേ ഉള്ളൂ. അല്ല, അങ്ങനെ നിന്നോ നിങ്ങള്? അവരെ കൂടെ തന്നെ നിന്നത്. ഇവള് വന്നതിന് ശേഷമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. ഒരാഴ്ച നിന്നു. ഒരാഴ്ച അല്ല, അദ്ദേഹം ബാഗും കാര്യങ്ങളും എല്ലാം ചെയ്താക്കിന്ന് പറയുന്നുണ്ടല്ലോ. കൊച്ചിനെ കൊണ്ടൊന്ന് ആക്കിയിട്ട് പോകാനായിട്ടാണ് ഈ ഒരാഴ്ച വന്ന് നിന്നത്. കൊച്ചിന് ഇളയ കുട്ടിയെ കൊണ്ടൊന്ന് ഞങ്ങൾക്ക് അവളായിട്ട് നീ ജീവിക്കരുത്, ഞങ്ങൾക്ക് അവളായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല,
ഒരു പാവപ്പെട്ട പെണ്ണ് അങ്ങനെ അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ കുട്ടി നീ എന്തെങ്കിലും ചെലവിനും കൊടുക്ക്, നീ ഒരു പാവപ്പെട്ട പെണ്ണിനെ നോക്കി നീ ജീവിക്കടാന്ന് അവനോട് ചോദിച്ചു നോക്കി. അങ്ങനെ പറഞ്ഞിട്ടില്ല. കൊച്ചിന്റെ കാലിൽ എങ്ങനെയാ പരിക്ക് വന്നത്? പരിക്കല്ല, ഇങ്ങനെ ഈ ഇവിടെ ഈ 2 കാലിൽ ഇങ്ങനെ അടി. ഇവൻ തന്നെ പറഞ്ഞതാണ്. എന്തോ ഒരു നട്ട് വെച്ചിരുന്നു, പന്തൽ പോലെ കിടന്ന്. പൊടിക്കുഞ്ഞല്ലേ, അവനെ അറിയില്ല. അവൻ ഇപ്പോഴും വികൃതിയാണ്. അജിത കൊച്ചിനെ നോക്കിയത് അജിതയുടെ സുഖം നോക്കിയിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. എന്റെ കുട്ടീനെ ഒരിക്കലും അടിച്ചിട്ടില്ല. ഒരു ദിവസം 1000 രൂപ വെച്ച് ഇവൻ അജിത എന്ന് പറഞ്ഞ സ്ത്രീക്ക് കൊടുക്കാന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. അവരുടെ വീട് 3 ലക്ഷം രൂപ പണയത്തിലിരിക്കുകയാണ്. ആ പ്രശ്നം കാരണം അവള് നാട് വിട്ട് അങ്ങോട്ട് പോകുന്നത്. അത് ഏത് എഗ്രിമെന്റ് പ്രകാരം? ഇവര് ഇങ്ങനെ പറഞ്ഞ ഇവര് തമ്മിൽ സംസാര രീതി ഇവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ 1000 ദിവസം 1000 രൂപ ഡെയിലി വരുമാനമുണ്ടല്ലോ. ഇവനിപ്പോ JCP ഉണ്ട്, ടിപ്പർ ഉണ്ട്, കാർ എടുത്തിട്ടുണ്ട്, 10 പവന്റെ മാല എടുത്തിട്ടുണ്ട്, ഇപ്പൊ വേറെ ഒരു തുച്ഛമായ വരുമാനത്തിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ അത് താമസിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഹോസ്റ്റലിലാണ്. അവിടെ അതൊക്കെ അറിയാമല്ലോ. അപ്പൊ അതിനങ്ങനെ വലുതായിട്ട് കൊടുക്കാനുള്ള നിർവാഹമില്ലാത്ത ചുറ്റുപാടാണ്. അത്ര വലിയ വരുമാനമില്ല. 5000 രൂപ മാസം കിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട്. അതിനകത്തുനിന്ന് അതിന്റെ അത്യാവശ്യം പട്ടച്ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വളരെ തുച്ഛമായ കാര്യങ്ങളെ കാണും. അതൊരു യാത്ര ചെയ്ത് വന്നു പോകുമ്പം ചിലപ്പം തിരിച്ചു പോകാൻ വണ്ടിക്കൂലി അദ്ദേഹത്തിനെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. രാജേഷിന് അതിനുള്ള നിവൃത്തിയുണ്ട് അല്ലേ? നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും നിങ്ങളത് ചെയ്തുകൂടെ? എനിക്ക് ഇവരുടെ സഹകരണം അത്രയ്ക്ക് എന്നെ കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇവരുടെ സഹകരണം ഇത് ശരിയല്ല. ഇവിടെ വന്നല്ല ഇവര് പറയുന്നത്. ഇവര് എന്റെ വീടിനകത്ത് ചെല്ലുമ്പോ ഗേറ്റ് പൊട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ മക്കളെ എനിക്ക് വെറുക്കണ എന്തിനാ? എന്റെ മക്കളെ രണ്ട് കുഞ്ഞുങ്ങളെ പൊന്നുപോലെ ഒരിക്കലും ഞാൻ കൊടുക്കില്ല. അത് പറ്റില്ല. എന്റെ മക്കളെ എനിക്ക് തന്നെ തരണം. ഇത്രയും പറഞ്ഞ ആളുടെ ഒരു മിനിറ്റ് മേഡം, ഇത്രയും പറഞ്ഞ ആളുടെ ഞാൻ ഒരു കഥ ഞാൻ പറയണം. ഇത്രയും പറയട്ടെ. 2 മാസം മുമ്പ് ഒരു തമിഴ്നാട്ടിൽ പോയി സ്വന്തം ഭാര്യ കൊണ്ട് കേസ് കൊടുത്തു. ഇതെന്താ പറയാത്തത്? തമിഴ്നാട്ടിൽ ഒരു തമിഴത്തിനെ കൊണ്ടുപോയിട്ട് ഈ ഭാര്യ കൊണ്ട് പനങ്ങാട് മരട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ചിരിക്കണ്ട, നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് ഇയാളെ വാണിംഗ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്നെ പറയണ്ട, ചിരിക്കണ്ട. 2 മാസത്തിന് മുന്നുള്ള സംഭവം പറഞ്ഞത്. ചിരിക്കേണ്ട പറയണല്ല. ഞാൻ കാര്യം ശരിയാണ്. രണ്ടാമത്തെ സ്ത്രീയെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമതല്ല, ഇവര് ഞാൻ ആരെയും മറച്ചു വെച്ചിട്ടില്ല. എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ മക്കള് എല്ലാവരും, എന്റെ അനിയന്മാര് എല്ലാവരും അറിഞ്ഞു തന്നെയാണ് ഈ സ്ത്രീയെ ഞാൻ സ്വീകരിച്ചേക്കണം. ശരി, ഒരു വിട്ടുവീഴ്ച അതിലുണ്ടായിരുന്നു. നിങ്ങൾ അത് വിട്ടുവീഴ്ച ചെയ്യില്ല. കുടുംബത്തിലെ പിള്ളേരും മക്കളും എല്ലാം ശരി, ഞാൻ പറഞ്ഞു. ആ കഥ തിരിച്ചെടുത്ത് ഞാൻ സമ്മതിച്ചില്ല. ഇനി ഒരു അവസരം തരണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് എന്താ പറയണത്? ഈ ചെലവിന് കൊടുക്കണം. കുഞ്ഞുങ്ങളെ എനിക്ക് വേണം. 2 മക്കളെ എനിക്ക് വേണം. എനിക്ക് കുഞ്ഞുങ്ങൾ 2 മക്കളെ എനിക്ക് തന്നെ വേണം. ഒരു കാര്യം ചെയ്യാം മാഡം, 2 മക്കളെ ഞാൻ കൊടുത്തേക്കാം. ഞാൻ ഇത്ര നാളും കൊടുത്തേക്കണം. മറ്റുള്ള കാര്യങ്ങളുടെ നഷ്ടപരിഹാരം എനിക്ക് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് കയറ്റി. 2 മക്കളെ കൊടുക്കാൻ പറ്റില്ല. ഓർഡർ പ്രകാരം അവരുടെ കയ്യിലാണ്, കസ്റ്റഡിയാണ് ഓർഡർ പ്രകാരം. പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? അശ്വതിയുടെ ഇതിലാണ്. അങ്ങനെയാണ് ഓർഡർ. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കൗൺസിലിംഗിലല്ല, കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. കോംപ്രമൈസ് പെറ്റീഷൻ ഉണ്ടോ? കോംപ്രമൈസ് പെറ്റീഷൻ ഉണ്ട്. അത് അശ്വതി കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അത് പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ അല്ല, അങ്ങനെ ഇവർ എഴുതിയിട്ടുണ്ട്. ഞാൻ കടലാസ് കാണിക്കട്ടെ. കോടതിയിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തരാനായിട്ട് ഓർഡർ ഇല്ല. ഇല്ല, അവരങ്ങനെ ചോദിക്കാനും പറ്റില്ല. മേഡം, അശ്വതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് അംഗീകരിച്ചു. അവര് പറയണത് അവർക്ക് കൊടുക്കാം. ചെലവിന് കൊടുക്കാനുള്ള ഒരു ഓർഡർ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. അതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു. പിന്നെ നിങ്ങൾക്ക് വന്ന് കാണാം. ഇല്ല, ഇത് ആവർത്തിക്കുന്നത്. ഇത് സ്വന്തം ഈ വൈഫ് തന്നെ ഇത് അവതരിപ്പിച്ചിട്ട് പോയിട്ട് ഇത്രയും കാലമായിട്ട് കോടതിയിൽ ഒന്ന് കൊണ്ടുപോവാ കാണാന്ന് പറഞ്ഞിട്ട് പോലും കൊണ്ടുവന്നില്ല. അവര് ഇല്ല, അവര് ഇതല്ല ഇത്. എനിക്ക് എന്റെ മക്കളെ വിട്ടുതരേ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അങ്ങനെ ഒരു ഓർഡർ ഇല്ല. ഇവരെ കൂടെ വിട്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. മക്കളെ വിട്ടുതരണമെങ്കിൽ നിങ്ങൾ കോടതിയിലെ ഗാർഡിയൻ വാർഡ് OP ഫയൽ ചെയ്യണം. മക്കളെ എനിക്ക് വിട്ടു തരണം. കാരണം മറ്റൊരു സ്ത്രീയുടെ കൂടെ താമസിക്കുന്ന നിങ്ങൾക്ക് സാധാരണഗതിയിൽ കോടതി വിട്ടുതരാൻ ഇടയില്ല. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.